ആയിരുന്നു. പാവം അദ്ദേഹത്തിനെ കാണുമ്പോൾ വളരെ വിഷമമായി. നടക്കാൻ പോലും വയ്യ. പ്രായാധിക്യം കൊണ്ടും ആരോഗ്യ കാരണങ്ങളും കൊണ്ട് മല്ലികാർജുന ഖർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് നടക്കാനും പോലും വയ്യ. എന്നിട്ടും ഈ കുടുംബാധിപത്യത്തിന്റെ കുടുംബത്തെ മാനിച്ചില്ലെങ്കിൽ എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെടുമെന്ന് ഭയന്ന് പാവം ഈ പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ കൊടുക്കുമ്പോ ഈ മല്ലികാർജുന ഖർഗെ വന്ന ശേഷം അവരെ കടത്തിവിടുന്നതിൽ ആരാ കയറിയത്? ഭർത്താവും അമ്മയും മകനൊക്കെ കൂടിയിട്ടാണ് ഈ ആദ്യത്തെ 5 ഒന്നാമത്തെ സെറ്റ് കൊടുക്കുമ്പോൾ കയറുന്നത്. പാവം മല്ലികാർജുന ഖർഗെ ചേംബറിന് പുറത്താണ്. എന്നിട്ട് അദ്ദേഹം പാവം ആ ചേംബറിന്റെ വാതിൽ ഇങ്ങനെ പതുക്കെ ഉന്തുമ്പോ ഈ പ്രിയങ്ക ഗാന്ധിയുടെ സെക്യൂരിറ്റിക്കാരനായിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റന്റ് ആ വാതിലടച്ച് പുറത്തു നിൽക്കാൻ പറയുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യുന്നതമായിട്ടുള്ള സ്ഥാനമാണ്, നമ്പർ 1 ആണ്. അങ്ങനെ നമ്പർ 1 ആയിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ ഉണ്ടാകേണ്ട മല്ലികാർജുന ഖർഗെ കളക്ടറുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ചേംബറിൽ നിന്ന് പുറത്തു നിൽക്കുകയും അദ്ദേഹം പാവം നോമിനേഷൻ കൊടുക്കുന്നത് വാതിൽ തള്ളി നീക്കിയിട്ട് കാണേണ്ട ഒരു ദുരവസ്ഥയാണ് ഇവിടത്തെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്. അപ്പോ ഇവിടെ ജനാധിപത്യമല്ല, ഇവിടെ പാർട്ടിയല്ല, ഇവിടെ കുടുംബാധിപത്യമാണ്. ആ കുടുംബാധിപത്യമാണ് നെഹ്റു തൊട്ട് നാം കാണുന്നത്. നെഹ്റുവിന് ശേഷം ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി, ഇതാ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി കൂടി വന്നിരിക്കുകയാണ്. ഇനി ഭർത്താവും അവരുടെ മക്കളും എന്ന നിലയ്ക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. വയനാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ കുടുംബാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ജനങ്ങൾക്കുണ്ടോ? ഇനിയിപ്പോ കുടുംബാധിപത്യത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധിയുടെ സംഭാവന എന്താണ്? രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളത്? അദ്ദേഹം ഇവിടെ നിന്നു എന്നുള്ളത് കൊണ്ട് UDFന് ഇവിടെ 19 സീറ്റ് കഴിഞ്ഞ ലോകസഭാ സീറ്റ് കിട്ടി. അതിനെ കൊണ്ട് കേരളത്തിന് എന്താണ് നേടാൻ സാധിച്ചിട്ടുള്ളത്? അവരുടെ സംഭാവന എന്താണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരുടെ സംഭാവന? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആകെ 4 5 തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വന്നാൽ എന്താ ചെയ്യാം? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ചാനലുകളെല്ലാം വലിയ രീതിയിൽ ആഘോഷമാണ്. എന്താ ആഘോഷിക്കുന്നത്? രാഹുൽ ഗാന്ധി വന്നു. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വന്നു അപ്രതീക്ഷിതമായിട്ട് ഒരു പെട്ടിക്കടയിൽ അവിടെ നിർത്തുന്നു, എന്നിട്ട് ചായ കുടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ അപ്രതീക്ഷിതമാണ്? പെട്ടിക്കടയുടെ അവിടെ ചായ കുടിക്കുന്നത് അപ്രതീക്ഷിതമാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിന് UDFനെ പിന്താങ്ങുന്ന എല്ലാ ചാനലുകളും അവിടെ പ്രത്യക്ഷപ്പെടുക? വേറൊരു ബേക്കറിൽ പോകുന്നു, അവിടെ പഴംപൊരി കഴിക്കുന്നു. ആ പഴംപൊരി കഴിക്കുമ്പോ എങ്ങനെയാണ് ചാനലുകാരൊക്കെ അവിടെ എത്തുക? അവിടെ എങ്ങനെ എത്തുക? അതേ ഒരു ഗിമ്മിക്കാണ്, ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ്. പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ കൊടുക്കുമ്പോ ഇവിടെ വരുമ്പോ ഒരു ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നത്, അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നു, പ്രിയങ്ക ഗാന്ധി കാണുന്നു, അവർ വണ്ടി നിർത്താൻ പറയുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ എല്ലാ ചാനലുകാരും എങ്ങനെയാണ് ആ വീട്ടിന്റെ പരിസരത്ത് എത്തിയത്? വെറും തട്ടിപ്പാണ്. ഇതൊരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതെല്ലാം ഒരു നാടകമാണ്. തിരക്കഥ നേരത്തെ എഴുതി തയ്യാറാക്കി അതനുസരിച്ച് എങ്ങനെയാണോ സിനിമ ഷൂട്ടിംഗ് എടുക്കുക അതേപോലെ എല്ലാം മാനേജ് ചെയ്യുന്ന PR ഏജൻസികൾ, ഇവന്റ് മാനേജ്മെന്റ് തീരുമാനിച്ച് അവര് നടപ്പിലാക്കുന്ന, അവര് ചെയ്യുന്ന കാര്യം പോലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇവിടത്തെ അരങ്ങേറ്റം. വേറെന്താ കാര്യം? പ്രിയങ്ക ജയിച്ചതിനെ കൊണ്ട് ഇവിടെ ഈ ജനങ്ങൾക്ക് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? അവര് വരുമ്പോ നേരത്തെ സൂചിപ്പിച്ച് ഇവിടെ അവര് വരുമ്പോ വലിയ ആഘോഷങ്ങൾ, വലിയ രീതിയിലുള്ള ചാനലുകൾ, വലിയ രീതിയിലുള്ള പ്രചരണങ്ങള്, സെക്യൂരിറ്റി, എന്നിട്ട് വന്നിട്ട് ഒന്ന് പോകും. എന്താ കാര്യം? ഇവിടുത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നത്തിന് ഒരു MP സമീപിക്കാൻ സാധിക്കുമോ?
സാധിക്കില്ല. പ്രിയങ്ക ഗാന്ധി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ആ തുടർച്ച ഞാൻ ഉറപ്പിലാക്കും. എന്ത് തുടർച്ചയാണ് രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയിട്ടുള്ളത്? രാഹുൽ ഗാന്ധി ഇവിടത്തെ ഈ മുക്കം മണ്ഡലത്തിലെ ഈ പ്രദേശത്തെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇവിടുത്തെ ഏതെങ്കിലും ജനങ്ങളുടെ പ്രശ്നം ഇടപെട്ട് പരിഹരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ എന്ത് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, രാഹുൽ ഗാന്ധിയുടെ എന്ത് തുടർച്ചയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നടപ്പിലാക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയല്ല, രാഹുൽ ഗാന്ധിയുടെ തുടച്ചു നീക്കലാണ്, കോൺഗ്രസിന്റെ തുടച്ചു നീക്കലാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തുടച്ചു നീക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇവിടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ വെറുതെ ഇല്ലാതെ നരേന്ദ്രമോദിജിയെയും സർക്കാരിനെയും BJPയെയും ആഗോളതലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചനക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യത്തിലും കോൺഗ്രസ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തതാ. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇവിടെ വിജയിച്ചാലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഏറ്റവും നിർണായകമായിട്ടുള്ള ഇവിടത്തെ ഉരുൾപൊട്ടലിന്റെ സമയത്ത് ഇവിടത്തെ ഒരു MP ഇല്ലാതായിപ്പോയി. MP ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ഇല്ലാതായത് ജനങ്ങളുടെ കഷ്ടം വരുമ്പോൾ, അവർക്ക് വേദന വരുമ്പോൾ, അവർക്ക് പ്രയാസം വരുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ട ഒരു MP ഉണ്ടാവാതെ പോയി. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ പറയുന്നില്ല. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തവർ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടി NDA ഇവിടെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ പല UDFന് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങളും പ്രിയങ്ക ഗാന്ധിയെ വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ്? പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക് 3.3 ഇഞ്ച് ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ചെവി ആനച്ചെവിയാണ്, ആനച്ചെവിയെ പോലെ സൗന്ദര്യമുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മുടി ഇങ്ങനെയാണ്. ഒരുപക്ഷെ നമ്മുടെ കവിയേക്കാൾ കൂടുതൽ വളരെ ഭംഗിയായിട്ട് ഈ ശരീരത്തെ, പ്രിയങ്ക ഗാന്ധിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. ഇവിടെ സൗന്ദര്യ മത്സരമല്ല ഇവിടെ നടക്കുന്നത്, ലോകസഭാ മത്സരമാണ്. അല്ലാതെ മിസ് വേൾഡിന് വേണ്ടിയിട്ടോ മിസസ് വേൾഡിന് വേണ്ടിയിട്ടോ ഒന്നുമുള്ള മത്സരമല്ല. അതുകൊണ്ട് മൂക്ക് എത്ര ഭംഗിയായാലും മുഖം എത്ര ഭംഗിയുണ്ട് എന്നുള്ളതല്ല വിഷയം. ഇവിടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാ. അവിടെ കുടുംബ പാരമ്പര്യം പറഞ്ഞിട്ട് അല്ല ജനങ്ങളുടെ വോട്ട് നേടുന്നത്. ഞങ്ങള് ഏതെങ്കിലും കുടുംബ പാരമ്പര്യം പറഞ്ഞ് ഈ സേവനത്തെ കച്ചവടമാക്കി അതിനെ കൊണ്ട് മുതലെടുത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി ഈ പൊതുഖജനാവിനെ കൊള്ളയടിച്ച പാരമ്പര്യമുള്ള പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഇവിടെ ഞങ്ങള് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട്, ഞങ്ങൾ നിങ്ങളുടെ MP ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു യുവ നേതാവ് തന്റെ കഷ്ടപ്പാടുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏറ്റവും നന്നായി പഠിച്ച് വിദ്യാഭ്യാസം നേടി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അവസാനം തന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സിംഗപ്പൂരിൽ ഏറ്റവും വലിയ ശമ്പളം കിട്ടുന്ന ജോലി വേണ്ട എന്ന് വച്ചുകൊണ്ട് ഇവിടെ ഒരു സാധ്യതയില്ലാത്ത കോഴിക്കോടിലെ മഹാനഗരത്തിലെ ഒരു വാർഡിൽ CPMന്റെ കേന്ദ്രത്തിലുള്ള ഒരു വാർഡിൽ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് തന്റെ സ്വന്തം ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന, സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മൂക്കിന്റെ നീളവും കണ്ണിന്റെ സൗന്ദര്യവും മുടിയുടെ നീളവും ഒന്നുമല്ല ഞങ്ങളിവിടെ അവരെ കുറിച്ച് പറയുന്നത്. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാ. അതുകൊണ്ട് ബാലികേറ മലയായിരുന്ന
ആ വാർഡ് ഇന്ന് BJP-യുടെ കോട്ടയായിരിക്കുന്നു. കാരണം അവർ ജനങ്ങൾക്കൊപ്പം 24/7 എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് വയനാടിന് വേണ്ടി ഞങ്ങൾ ഇവിടെ മത്സരിപ്പിക്കുന്നത്. അവരെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് പ്രശ്നത്തെ അവരെ സമീപിക്കാം. നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന വികസനങ്ങൾ ഇവിടെ എത്തുന്നില്ല. എന്തുകൊണ്ടാണ് എത്താത്തത്? ഇവിടെ എത്താത്തത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇവിടെ അതിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ തയ്യാറായിട്ടുള്ള MP അല്ല ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങള് പറയുന്നത്, കേന്ദ്ര പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഒരു MP ജയിച്ചു പോകണം. അങ്ങനെ ജയിച്ചു പോയാൽ അവിടുത്തെ കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും. ഏറ്റവും സ്മാർട്ടായിട്ടുള്ള, ഏറ്റവും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്ന, ഭാഷയറിയുന്ന, മലയാളം അറിയുന്ന, നാട്ടിലെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയുന്ന, നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് വിജയിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമതി നവ്യ ഹരിദാസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് നരേന്ദ്രമോദിയെ സർക്കാരിനെയും വിമർശിക്കാൻ ഒരാളായി എന്നതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ് കോൺഗ്രസ് എക്കാലത്തും കൂട്ടുകൂടുക. വിദേശത്ത് പോയാൽ ഈ രാജ്യത്തിനെതിരാണ്. സർക്കാരിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ BJP-ക്കെതിരെയോ പറയുന്നതല്ല വിഷമം. ഈ രാജ്യത്തിന്റെ വളർച്ചയെ, വികസനത്തെ, പുരോഗതിയെ തടസ്സം നിർത്തുന്ന, ഈ രാജ്യത്തിനെതിരായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന രാജ്യദ്രോഹികൾക്കൊപ്പമാണ് കോൺഗ്രസ് നേതാക്കന്മാർ പോയി അവര് ചങ്ങാത്തമുള്ളത്. അതുകൊണ്ട് അത്തരം ശക്തികളെ നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്യാൻ ഇതിനു മുമ്പേ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളവർ ഒന്നുകൂടി ആലോചിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും കോൺഗ്രസിന് അനുകൂലമല്ല, BJP-ക്കെതിരെ എന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, ആ ഓരോ വോട്ടും ഈ രാജ്യ താല്പര്യത്തിനെതിരായിട്ടുള്ളതാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് അപപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? BJP ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണോ? BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണെങ്കിൽ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJP ജയിക്കുമോ? നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള ആ സംസ്ഥാനങ്ങളിൽ BJP ജയിക്കുമോ? BJP-യുടെ MP-മാർ എത്ര മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ജയിച്ചു വന്നിട്ടുണ്ട്? കണക്കെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് രാജ്യസഭയിലും ലോക്സഭയിലുമുള്ളത്ര MP-മാർ, ഇവിടത്തെ മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലുമുള്ളത്ര MP-മാർ കോൺഗ്രസിനോ മറ്റു LDF-നോ ഇല്ല എന്നുള്ള സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ ന്യൂനപക്ഷത്തിനെതിരല്ല. ഞങ്ങൾ ന്യൂനപക്ഷത്തിന് ഒരിക്കലും എതിരായിട്ടുമില്ല. ഞങ്ങൾ ആർക്കും എതിരല്ല. ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നവരാ. നിങ്ങളോ? നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായിട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വരുന്നില്ല. ഇവിടത്തെ മുസ്ലിം വിഭാഗം ഹജ്ജ് ചെയ്യാറുണ്ട്. BJP സർക്കാരാണ് ഹജ്ജ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ വേണമെന്നുള്ള നിയമം സൗദി അറേബ്യയുമായി സംസാരിച്ച് അമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് സ്ത്രീക്ക് ഒറ്റക്കും ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഈ ഭാരതത്തിൽ നിന്ന് അങ്ങനെ ഹജ്ജിൽ പോകേണ്ട സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം വനിതകളാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതുകൊണ്ട്, അനുകൂല്യം ഉണ്ടാക്കിയതുകൊണ്ട്, സൗകര്യം ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട്, നരേന്ദ്രമോദിജി ഇടപെട്ടതുകൊണ്ട് ഇവിടത്തെ മുസ്ലിം വനിതകൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും
ഈ രാജ്യത്തിന്റെ ഓരോ പൈസക്കും അർഹതപ്പെട്ടവരാരാണ്, ആദ്യത്തെ അവകാശികൾ ആരാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രാജ്യത്തിലെ പൊതുഖജനാവിന്റെ ഓരോ രൂപയ്ക്കും ഉള്ള ആദ്യത്തെ അവകാശം ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവര് ഹിന്ദുവും വരും, ക്രിസ്ത്യനും വരും, മുസ്ലിമും വരും, സിഖനും വരും, പാർസിയും വരും, എല്ലാ വിഭാഗക്കാരും വരും. മലയാളം വരും, കന്നഡികനും വരും, തമിഴനും വരും, ഹിന്ദിക്കാരനും വരും, നാഗാലാൻഡുകാരനും വരും, അപ്പുറത്ത് ജമ്മു കാശ്മീരുകാരനും വരും. ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ ഒരു വ്യത്യാസവുമില്ലാതെ പാവപ്പെട്ട എല്ലാവർക്കും അവകാശമുണ്ട് എന്നാണ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിജി ചെങ്കോട്ടയിൽ വെച്ച് ആദ്യത്തെ തന്റെ പ്രസംഗത്തിൽ എന്താണ് നയമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച് പ്രഖ്യാപനം നടത്തിയത്. അതിലെവിടെയാണ് മതേതര വിരുദ്ധം? അതിലെവിടെയാണ് ജനാധിപത്യ വിരുദ്ധം? അതിലെവിടെയാണ് ഭൂരിപക്ഷ വർഗീയതയുള്ളത്? എല്ലാവരെയും സമമായിട്ട് കണ്ട് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്ന നരേന്ദ്രമോദിജിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ എവിടെയാണ് ഇതിനെതിരായിട്ടുള്ളത്, ഭരണഘടനാ വിരുദ്ധമുള്ളത്? എല്ലാവരും ഒരുപോലെ കാണുന്ന സബ്കെ സാത്ത് സബ്കെ വിശ്വാസ് സബ്കെ വികാസ് എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദിജി ആണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. അതേസമയത്ത് UPA സർക്കാർ അധികാരത്തിലുണ്ടാകുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ അതേ ചെങ്കോട്ടയിൽ വെച്ച് പറഞ്ഞത് എന്താണ്? അതേ ചെങ്കോട്ടയിൽ വെച്ച് മതേതരം എന്ന് നാഴികക്ക് 40 വട്ടം ആഘോഷിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ തലവൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെങ്കോട്ടയിൽ വെച്ച് ആഗസ്റ്റ് 15-ാം തീയതി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ സ്വത്തിൽ ആദ്യത്തെ അവകാശികൾ മുസ്ലിമുകളാണെന്ന്. ഞങ്ങൾ മുസ്ലിമുകൾക്കല്ല, എതിരല്ല. പക്ഷേ ഇവിടത്തെ ഈ രാജ്യത്തിന്റെ ആദ്യ അവകാശികൾ ഒരു പ്രത്യേക മതവിഭാഗക്കാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മതേതരത്വമാകുക? അതല്ലേ വർഗീയത? അതല്ലേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം? അതല്ലാതെ ഈ രാജ്യത്തിന്റെ പ്രഥമ അവകാശം ഇവിടത്തെ പാവപ്പെട്ടവർക്കാണെന്ന് പറയുന്ന നരേന്ദ്രമോദിയാണോ മതേതര? അല്ല, മൻമോഹനാണോ മതേതരം? അത് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീടില്ലാത്തവർക്ക് വീട്, കറണ്ട് ഇല്ലാത്തവർക്ക് കറണ്ട്, വെള്ളമില്ലാത്തവ വീടുകൾക്ക് പൈപ്പിലൂടെ വെള്ളമെത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഇൻഷുറൻസ്, എല്ലാവർക്കും ചികിത്സാ പദ്ധതി, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു വ്യത്യാസവുമില്ല. ഏതെങ്കിലും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒഴിവാക്കുന്നുണ്ടോ? അത് ഹിന്ദുക്കൾക്ക് മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ക്രിസ്ത്യാനികളെ ഒഴിവാക്കിയിട്ടുണ്ടോ? മുസ്ലിമുകളെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇവിടെ കഴിഞ്ഞ തവണ വരെ ഒരു MP ഇല്ലാത്ത കേരളത്തെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്ന സർക്കാരാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ, കിടത്തി ചികിത്സ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് ഏതാണ്ട് 60 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് വന്നു. ഇതാ 3ാം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോ എല്ലാ വ്യത്യാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് 70 വയസ്സിന് കൂടുതലുള്ള എല്ലാവർക്കും, എല്ലാ സീനിയർ സിറ്റിസൺ 70 വയസ്സിന് കൂടുതലുള്ളവർക്ക് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കി. എല്ലാവർക്കും 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം വരെയുള്ള കിടത്തി ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു. ഒരു വ്യത്യാസവുമില്ല. ഇവിടെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ജൻ അക്കൗണ്ട് വഴി, അതുവഴി അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ, അവർക്ക് അതുവഴി 1 ലക്ഷം രൂപ വരെയുടെ ഇൻഷുറൻസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തു. അതിനെ കൊണ്ടുള്ള മെച്ചെന്താ? ജൻധൻ അക്കൗണ്ട് വഴി വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന സംവിധാനം ഇല്ലാതാക്കി, അഴിമതി ഇല്ലാതാക്കി. എന്താ? ഇടനിലക്കാരാണ് അടിച്ചു മാറ്റുന്നത്. ഗ്യാസ് ഇല്ലാത്ത കൊടുക്കാത്ത ഗ്യാസിനെ കുറിച്ച് പറഞ്ഞ് സർക്കാരിന്റെ സബ്സിഡി അടിച്ചു മാറ്റുന്നു ഏജൻസികൾ. ഇല്ലാത്ത റേഷൻ കൊടുത്ത് അതിലെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നു. ഈ അടിച്ചു മാറ്റുന്ന ഇടനിലക്കാർ അടിച്ചു മാറ്റുന്ന ആ രീതി തന്നെ നരേന്ദ്രമോദിജി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ തടസ്സം?
തടസ്സം പാവപ്പെട്ടവന് അക്കൗണ്ട് ഇല്ല, ബാങ്ക് വഴി കൊടുക്കാൻ ബാങ്ക് അക്കൗണ്ട് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ആക്കി കൊടുത്തു, അതിന് സീറോ ബാലൻസ് ജൻധൻ അക്കൗണ്ടുകൾ. അങ്ങനെ പാവപ്പെട്ടവർക്കെല്ലാവർക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയി ചേരി പ്രദേശങ്ങളിൽ പോയി അവർക്ക് അക്കൗണ്ട് ആക്കി കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ജൻധൻ അക്കൗണ്ട് വഴി ഭാരതത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു. എന്താണ്? അതുവരെ ഒരു സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി, ആ പദ്ധതി സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നേയില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ 2014 വന്നതിന് ശേഷം ഓരോ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഗൃഹപാഠം ചെയ്ത് അത് പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനുള്ള ആസൂത്രണം ചെയ്തിട്ടാണ് ഓരോ പദ്ധതിയും ഇവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ അത്രയും ആസൂത്രണം വന്നപ്പോ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് സർക്കാർ പദ്ധതികൾ മുറ പോലെ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് BJP അല്ലാത്ത സർക്കാരുകൾ ഉള്ളിടത്ത് മാത്രമായിട്ട് മാറി. അങ്ങനെ ഒരു പുതിയ ചരിത്രം, പുതിയ രീതി, പുതിയ ശൈലി, പുതിയ ഒരു വഴി നരേന്ദ്രമോദിജി വെട്ടിത്തുറന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച് സമയത്തിനു മുമ്പേ തന്നെ ആ പദ്ധതി അതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടി. ഉജ്ജ്വല ഗ്യാസ് 8 കോടിയായിരുന്നു ലക്ഷ്യം വെച്ചത്. 8 കോടി കഴിഞ്ഞ് ഏതാണ്ട് 10 കോടിയിലേറെ ഗ്യാസ് കണക്ഷൻ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു. ജൻധൻ അക്കൗണ്ട് ആ സമയത്തിന് മുമ്പേ തന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അങ്ങനെ ഓരോ പദ്ധതിയും അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോ നരേന്ദ്രമോദിജി പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു, ഡിജിറ്റൽ പേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ പ്രതിപക്ഷം അപഹസിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. 2016-17 കാലഘട്ടത്തിൽ നരേന്ദ്രമോദിജി സമൂഹത്തിലെ എല്ലാവരും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് പ്രഖ്യാപിച്ചപ്പോ എതിർത്തുകൊണ്ട് കോൺഗ്രസും എതിർത്തുകൊണ്ട് CPM-ഉം രംഗത്ത് വന്നു. അന്ന് ഭാരതത്തിലെ മുൻ ധനകാര്യമന്ത്രി P. ചിദംബരം പാർലമെന്റ് പ്രസംഗിച്ചത് ഇന്നും റെക്കോർഡിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാവുക? 60% അഭ്യസ്തവിദ്യരല്ലാത്ത നിരക്ഷരായിട്ടുള്ളിടത്ത് ഏതാണ്ട് 60% ഗ്രാമപ്രദേശങ്ങൾക്ക് കരണ്ട് എത്താത്ത ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് 60% അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന ഭാരതത്തില് ഡിജിറ്റൽ പേയ്മെന്റ് എങ്ങനെ സാധ്യമെന്നാണ് P. ചിദംബരം ചോദിച്ചത് പാർലമെന്റിൽ റെക്കോർഡിൽ കിടക്കുന്നതാണ്. തത്തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവന കേരളത്തിന്റെ CPM-ന്റെ ബുദ്ധിജീവി എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന, സാമ്പത്തിക വിദഗ്ധനെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള, നമ്മുടെ അന്തക്കമ്മികൾ പ്രഖ്യാപിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. എങ്ങനെ സാധ്യമാണ്? ഈ മലർപ്പടിക്കാരന്റെ സ്വപ്നമാണിതെന്ന് അപഹസിക്കുകയാണ് തോമസ് നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പക്ഷെ ഇന്ന് എന്താ സ്ഥിതി? ഞാനൊരു ചെറിയ സംഭവം പറയാം. ജർമ്മനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാങ്കേതികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ആ ജർമ്മനിയിലെ ഒരു മന്ത്രി കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിലേക്ക് വന്ന് അദ്ദേഹം ബാംഗ്ലൂരിലെ സ്ട്രീറ്റിലൂടെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം അവിടെ ഒരു പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ട്രീറ്റ് വെണ്ടർ, വഴിയോര കച്ചവടക്കാരനെ കണ്ടു. അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹായികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എന്തോ കുറച്ച് സാധനങ്ങൾ വാങ്ങിയ ശേഷം ആ മന്ത്രി ഈ 10-70 വയസ്സുള്ള ഗ്രാമീണനായിട്ടുള്ള കർഷകനായിട്ടുള്ള ആ വഴിയോര കച്ചവടക്കാരന് ഞാൻ എങ്ങനെയാണ് പൈസ തരേണ്ടത്, എത്ര പൈസയാണെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ തന്റെ അടുത്തുണ്ടായിരുന്ന QR കോഡ് കാണിച്ചു പറഞ്ഞു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ആരാ പറയുന്നത്? ഇന്ത്യയിലെ ഒരു കർഷകൻ, ഇന്ത്യയിലെ ഒരു വഴിയോര കച്ചവടക്കാരൻ, ജർമ്മനിയിലെ ചാൻസലറായിട്ടുള്ള മന്ത്രിയായിരുന്ന ഒരാൾ വന്ന് സാധനം വാങ്ങിച്ചപ്പോ അദ്ദേഹം കാണിച്ചത് QR കോഡ്.
വളരെ അദൃശ്യമായി, ഇയാൾക്ക് വലിയ അത്ഭുതമായി. ജർമ്മനിക്കാരന് ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താ? നമ്മളൊക്കെ കുറച്ചു മുമ്പ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. എന്താ? നെഹ്റുവിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം നമ്മുടെ മുമ്പിൽ വരും. എന്താ അത്? ഒരു വിദേശ രാഷ്ട്രത്തലവൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ രാഷ്ട്രത്തലവന് ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്, ആരെങ്കിലും വിദേശ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ നെഹ്റുവിന്റെ പ്രധാനമന്ത്രിയുടെ നിവാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പാമ്പാട്ടിയെയാണ്. പാമ്പുമായിട്ടാണ് വരിക. എന്നിട്ട് ഈ പാമ്പ് വെക്കുന്ന ആ കൂട്ടയില് ആ ബോക്സിൽ നിന്ന് ഇത് മെല്ലെ വെച്ച് പാമ്പിനെ ആട്ടിക്കലാണ്. ഇതാണ് ഇത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വിദേശ രാജ്യങ്ങൾ കണ്ടത്. അതാണ് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പാമ്പാട്ടികളുടെ നാട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പാമ്പാട്ടികളെയോ പാമ്പിനെയോ ഒന്നും മോശമാക്കാൻ പറയുന്നതല്ല. പക്ഷെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക ജനങ്ങൾക്ക് മുമ്പിൽ, ലോക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യയെ കാണിച്ചത്, ഇന്ത്യയെക്കുറിച്ച് മതിപ്പുണ്ടാക്കിയത് എങ്ങനെയാണ്, അവമതിപ്പുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത്, പാമ്പാട്ടികളുടെ നാട്. അപ്പൊ ഈ ജർമ്മൻ മന്ത്രി ഇന്ത്യയിൽ വന്ന് ഈ വഴിയോര കച്ചവടക്കാരൻ QR കോഡ് കാണിക്കുമ്പോ പാമ്പാട്ടികളുടെ നാടല്ല ഭാരതം എന്ന്, നരേന്ദ്രമോദിജിയുടെ ഭാരതം എന്ന്, പാമ്പാട്ടികളുടെ നാട്ടിൽ നിന്ന് സാധാരണക്കാരനായിട്ടുള്ള വഴിയോര കച്ചവടക്കാരന് QR കോഡ് കാണിച്ച് കച്ചവടം നടത്തുന്ന രാജ്യമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത് അത്ഭുതപ്പെട്ടു അദ്ദേഹം. എന്നിട്ട് സഹായിയോട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മൊബൈലിൽ. എന്നിട്ട് ഈ QR കോഡ് കണ്ടുകൊണ്ട് ഇത് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തേണ്ടത് എന്ന് ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരനിൽ നിന്നും മനസ്സിലാക്കിയിട്ട് പേയ്മെന്റ് അങ്ങനെ ചെയ്യുകയാണ്. ഇത് ലോകം അറിഞ്ഞത് എങ്ങനെയാണ്? പുറം ലോകം അറിഞ്ഞത് എന്താണ്? ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത വീഡിയോ അദ്ദേഹത്തിന്റെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച് പറഞ്ഞു, ഭാരതം വലിയ രീതിയിൽ മാറ്റം വന്നിരിക്കുകയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ 60% അഭ്യസ്തവിദ്യരല്ലാത്ത ഇന്ത്യയിൽ, 60% ഗ്രാമങ്ങൾക്ക് വൈദ്യുതി എത്താത്ത ഇന്ത്യയിൽ, ബഹുഭൂരിപക്ഷം അക്കൗണ്ട് ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ പേയ്മെന്റിനെ കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് കോൺഗ്രസുകാരനും CPM-കാരനും ഇവിടെ നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും NDA സർക്കാരിനെയും ഇവിടെ അപഹസിച്ചാർക്കുള്ള ഉത്തരമാണത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസ്ഫർ നടക്കുന്ന രാജ്യം ഭാരതമാണ്. ആ മുഴുവൻ ലോകത്തിലും നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫറിന്റെ 40% പങ്കും ഭാരതത്തിന്റെയാണ്. ഭാരതം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വികസനവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ നമ്മുടെ പ്രതിരോധ ആവശ്യത്തിനെല്ലാം വിദേശത്ത് നിന്ന് നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യായിരുന്നു. ഏത് ആയുധ ഇറക്കുമതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അവര് ഭരിക്കുന്ന സമയത്ത് കമ്മീഷൻ അടിക്കാതെ ഇരുന്നിട്ടുള്ളത്? അതുകൊണ്ട് കമ്മീഷൻ മോഹികളായിട്ടുള്ള കോൺഗ്രസുകാർ ഒരിക്കലും നമ്മുടെ പ്രതിരോധ ആവശ്യത്തിനുള്ള യുദ്ധ കോപ്പുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കില്ല. പേരിന് മാത്രം, ബാക്കിയെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്താ? മേക്ക് ഇൻ ഇന്ത്യ. വിദേശ രാജ്യങ്ങൾക്ക് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ സർക്കാരിനെ ഏൽപ്പിക്കണം, എന്നാലേ ഇവിടെ പറ്റുള്ളൂ. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഇറക്കുമതി ചെയ്യുന്ന ഭാരതത്തിൽ നിന്ന് ഇന്ന് തേജസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഭാരതത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ